കിച്ചണിലേക്ക് സ്വാഗതം. എന്നാന്നോ മഴയൊക്കെ പെയ്തുകൊണ്ട് തണുപ്പൊക്കെ ആയിരുന്നു. എനിക്ക് നല്ല ഉത്സാഹമാണ്. കാരണം എനിക്ക് ചൂട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷയങ്ങളാണ്. ചൂട് വന്നാൽ ചെറിയ തലവേദന, പിന്നെ ചൂട് കുരുക്കളൊക്കെ പ്രത്യക്ഷപ്പെടും. അപ്പൊ എനിക്ക് തണുപ്പിലേക്ക് വന്നപ്പോൾ വലിയ ആശ്വാസം. അതുകൊണ്ട് ഇന്നിപ്പോ ഇച്ചിരി കൂടുതലാട്ടായിരിക്കാം. അപ്പൊ ഇന്ന് ഞങ്ങള് ശരിക്കും വേനൽക്കാലത്ത് ചെയ്ത ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരു ജ്യൂസിന്റെ റെസിപ്പി ഇവിടെ ചെയ്യണത്. അതായത് ഈ സീസൺ ആയതുകൊണ്ട് ഇഷ്ടംപോലെ പൈനാപ്പിളൊക്കെ കിട്ടുമായിരുന്നല്ലോ. അപ്പൊ ഞങ്ങള് പൈനാപ്പിൾ വാങ്ങിച്ചപ്പോൾ ആ പൈനാപ്പിൾ കൊണ്ട് ഒരു ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്ത രീതിയിലുള്ളൊരു ജ്യൂസാണ് തയ്യാറാക്കണേ. അതായത് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാം. പൈനാപ്പിൾ ചെത്തി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച് സ്വല്പം ഒന്ന് വേവിച്ചിട്ടാണ് തയ്യാറാക്കണേ. അപ്പം ആ ജ്യൂസിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം അത് വളരെ എളുപ്പത്തിലും തയ്യാറാക്കാം. പിന്നെ നമുക്കതിങ്ങനെ വേവിച്ചിട്ട് ജ്യൂസാക്കി നമ്മളൊരു കണ്ടെയ്നറിലെല്ലാം അടച്ചു വെച്ചാൽ ഞങ്ങൾ ഒരാഴ്ചയൊക്കെ വെച്ചിരുന്നു കേട്ടോ. അതിൽ കൂടുതലൊന്നും വെച്ചിരുന്നില്ല. വേനൽക്കാലത്താകുമ്പോൾ എപ്പോഴും നമുക്ക് ഈ ദാഹിക്കുമ്പോൾ എടുത്ത് കഴിക്കും. അപ്പം നമുക്ക് ഒരാഴ്ചയൊക്കെ സൂക്ഷിക്കാൻ കുഴപ്പമില്ല. അപ്പം നമ്മളിങ്ങനെ ഇത് റെഡിയാക്കി കഴിഞ്ഞിട്ട് കണ്ടെയ്നറിൽ എന്തെങ്കിലും അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം അതിൻ്റെ അളവിൽ ജ്യൂസ് എടുത്തിട്ട് ബാക്കി വെള്ളം മിക്സ് ചെയ്ത് ചേർത്ത് നമുക്കത് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞില്ലേ വേനൽക്കാലത്താണ് അത് ചെയ്യണത്. ഞങ്ങൾ വേനൽക്കാലത്ത് ഉപയോഗിച്ചതാണ്. ഇപ്പം മഴയായി പോയി ഇടാനായിട്ട്. അപ്പം നമുക്കത് അതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പതിവ് പോലെ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിന്ന് സിമ്പിളായിട്ടുള്ളൊരു പൈനാപ്പിൾ ജ്യൂസ്, വീട്ടിലിരുന്ന് കുടിക്കാൻ പറ്റിയൊരു ജ്യൂസ് തയ്യാറാക്കുവാണ്. ഒരു സാധാ ജ്യൂസാണ്. അതിന് ഒരു ചെറിയ പൈനാപ്പിള് തൊണ്ട് ചെത്തിയിട്ട് അതിതേ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് പാകത്തിന് ഷുഗർ ചേർക്കണം. ഇച്ചിരി മധുരം കുറവുണ്ട് പൈനാപ്പിളിന്. അപ്പോൾ ദേ അതിന് പാകത്തിന് ദേ ഒരു കയ്യിൽ ഒരു ഇതും കൂടെ ഇട്ടേക്കാം. 1.5 കേട്ടോ. തവി ഷുഗറും ചേർത്ത് നമുക്ക് ഈ പൈനാപ്പിൾ ആദ്യം ഒന്ന് തിളപ്പിക്കണം. വെള്ളം ഒഴിച്ചിട്ടില്ലേ? ആ വെള്ളം ഒഴിച്ചു. ഇതേ പറഞ്ഞല്ലോ ഞാൻ. വെള്ളം ഒഴിച്ചു. പിന്നെ കുറച്ച് വെള്ളം ഇതിൽ നിന്ന് ഊറി വന്നോളൂല്ലോ. പൈനാപ്പിളിൽ വെള്ളമാണ്, പക്ഷെ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം വേവിക്കാൻ. ഫുൾ വേവ് ഒന്നും വേണ്ട, നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അതിനായിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക. ദേ പൈനാപ്പിൾ നമ്മൾ വെള്ളം ഒഴിച്ച് ഷുഗറും ചേർത്ത് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു. അത് നന്നായിട്ട് തിളച്ചു എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഒരു 8-10 മിനിറ്റോളം കഷ്ടി ഞങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ഇത് തണുക്കാനായിട്ട് അനുവദിക്കണം. അല്ലേ? അപ്പം ആ ഒഴിച്ച വെള്ളവും ഇതിൽ നിന്ന് വന്ന വെള്ളവും കൂടെ ഉള്ളതാട്ടോ ഇതിൽ കിടക്കണ വെള്ളം. ജസ്റ്റ് അതെ ഇത്രയുള്ള വെള്ളം. ഇനി ഇത് തണുക്കാതെ മിക്സിയിൽ നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റൂലല്ലോ. അപ്പം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ജ്യൂസ് അടിച്ച് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് അല്ലേ. ഇപ്പം മൂടി വെക്കട്ടെ എന്നാ, തണുക്കട്ടെ ജസ്റ്റ്. അപ്പം നമുക്ക് ദേ പൈനാപ്പിളൊക്കെ നന്നായിട്ട് തണുത്തു. ഇനി നമുക്ക് ജ്യൂസ് അടിക്കാം. ദേ പൈനാപ്പിൾ ആദ്യം കോരി അമ്മ ബൗളിലേക്ക് ഇടണം. സിറപ്പ് അത്ര സിറപ്പ് മതി. ഇനി നമുക്ക് നന്നായിട്ട് ഇത് അടിച്ചിട്ട് നമുക്ക് അരിക്കണം. അപ്പം അടിച്ചോണ്ട് വന്നാലോ? പിന്നെന്താ. അപ്പം ഞങ്ങൾ ഇതേ മിക്സിയിൽ ജസ്റ്റ് ആ സിറപ്പ് ചേർത്തൊന്ന് അടിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിക്കുവാണേ. അതിന്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിക്കാം. നമ്മൾ അരച്ച പോലെ ആക്കിയല്ലേ ഇത് എടുത്തേക്കണത്. ഇനി നമ്മൾ ഇതില് എത്രത്തോളം വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് എടുക്കണമെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ തിക്നെസ് അനുസരിച്ച് ജ്യൂസ് കുടിക്കാൻ ഇഷ്ടം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഞങ്ങൾ മിക്സ് ചെയ്യണ മോഡൽ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിത് ഈ കപ്പിലൊരു 3/4 കപ്പ് വെള്ളമുണ്ട്. അത് ഈ മിക്സിയുടെ ഇതിലേക്ക് തന്നെ ഒന്ന് ഒഴിക്കുവാണ്. കാരണം അതിൽ അരച്ചതിൻ്റെ മിക്സൊക്കെ ഇരിപ്പുണ്ടല്ലോ. എന്നിട്ട് നമുക്ക് ഇളക്കി ഇതിലേക്ക് ഈ അരച്ച മിക്സിലേക്ക് ചേർക്കാം. പൈനാപ്പിളിൻ്റെ നല്ല സ്മെല്ലല്ലേ. എന്നിട്ട് നമുക്ക് നോക്കാം ഇനി എത്രത്തോളം വേണമെന്നുള്ളത്. ഇനി ചേർക്കണോ വെള്ളം?
നോക്കാം, നമുക്ക് കുടിക്കുന്ന സമയത്ത് ചേർത്ത് എടുത്താൽ മതി. എന്നാ നമുക്കിപ്പോ തൽക്കാലം ഇത് മൂടി വെക്കാം. അത് കഴിഞ്ഞിട്ട് അല്ല, നമുക്കങ്ങ് അരിച്ചെടുത്താലോ? അരിച്ച് വെച്ച് നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു ജ്യൂസ് തയ്യാറാക്കാനുണ്ട്. അത് എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കുന്ന ജ്യൂസാണ് അല്ലേ? അപ്പൊ നമുക്ക് തൽക്കാലം ഇതായിരിക്കാം അല്ലേ? ഇതിലേക്ക് മാറ്റി വെച്ച് അരിച്ചാലും ഇത് തന്നെ. ഞാൻ ഈ മിക്സിയുടെ ഇതിലേക്ക് തന്നെ ഒന്ന് ഒഴിക്കുവാണ്. എന്നിട്ട് അരിപ്പ ഇതിലേക്ക് ഈ ചെരുവത്തിലേക്ക് വെച്ച് അരിച്ചെടുക്കാന്ന് കരുതിയെടുക്കാം. ഇതിപ്പോ കഴുകണമൊന്നുമില്ല, മാലിന്യങ്ങളൊന്നുമില്ലല്ലോ. ഇങ്ങനെ വെച്ച് വെച്ച് അരിക്കാം കേട്ടോ. കണ്ടോ, ജസ്റ്റ് ജ്യൂസ് അരിക്കണത്, സാധാ അരിക്കുന്നത്. എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് അങ്ങ് ഇളക്കിയാൽ മതി. അപ്പം ശരിയായി വന്നു. കാണിച്ചു തരാം, ഒന്ന് പൊട്ടി പിടിച്ച് വെച്ച്. ഇത് പൈനാപ്പിൾ ആകുമ്പോൾ അതിൻ്റെ നൂറുണ്ടാവുമല്ലോ, അതാ പതുക്കെ പതുക്കി അലുത്ത് വരുള്ളൂ. അതിലേക്ക് കൊഴുപ്പുണ്ടല്ലോ എന്നേ, അതുകൊണ്ടാണ്. അത് പോകുന്നോളം താഴത്തേക്ക് പോരെ മതി. അത്രയുണ്ടോ? ഇനി നമുക്കിത് മൂടി വയ്ക്കാം. പൈനാപ്പിൾ ജ്യൂസ് ആണ് എൻ്റെ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് ജ്യൂസിൽ ഒന്നാണ് പൈനാപ്പിൾ ജ്യൂസ്. പൈനാപ്പിൾ ഇപ്പോൾ ഒരുപാട് സുലഭമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ. ഒത്തിരി പൈനാപ്പിൾ നമ്മൾ കഴിച്ചു. അത് വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കി, പുഡിംഗ് ഉണ്ടാക്കി, റോ ഫോമിൽ കഴിച്ചു. അങ്ങനെ പല വെറൈറ്റിയിൽ പൈനാപ്പിൾ കഴിച്ചു. അപ്പോൾ അതിൽ പൈനാപ്പിൾ ജ്യൂസ് ഇസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സാധനമാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. ഒറ്റ സിപ്പിൽ ഇതിന്റെ ടേസ്റ്റ് ഒതുക്കാൻ പറ്റില്ല. പൈനാപ്പിൾ ഇഷ്ടമുള്ളവർക്ക് പ്രത്യേകിച്ചും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. പൈനാപ്പിൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ജ്യൂസ് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ബട്ടൺ ഹിറ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ ബൈ.